നമ്മുടെ കേരളത്തിൽ പുതിയൊരു മെട്രോ സംവിധാനം ആരംഭിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ നാടിന്റെ പൊതുഗതാഗത സംവിധാനം എന്ന് പറയുന്നത്. 1984 ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ സർവീസ് ആരംഭിക്കുന്നത് കൽക്കട്ട. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് 18 വർഷങ്ങൾക്ക് ശേഷം 2002 ഡൽഹി മെട്രോ ആദ്യമായിട്ട് ഓടിത്തുടങ്ങുന്നത്. ഏകദേശം 390 കിലോമീറ്ററുകൾ ഇപ്പോൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് ഡൽഹി മെട്രോ. അതേപോലെ ഏകദേശം 290ഓളം സ്റ്റേഷനുകൾ മാത്രം ഡൽഹി മെട്രോയ്ക്ക്. ഞാൻ ഒരു തവണ ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാത്ര ചെയ്ത സമയത്ത് ആം, അതേപോലത്തെ വികസനം നമ്മുടെ കേരളത്തിലും എത്രയും വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. കാരണം ഡൽഹി മെട്രോ എന്ന് പറയുന്നത് കൂടുതലും അണ്ടർഗ്രൗണ്ടുകളിലൂടെയൊക്കെയാണ് പാസ് ചെയ്യുന്നത്. അതേപോലെ ഏകദേശം 290ഓളം സ്റ്റേഷനുകൾ ഡൽഹി മെട്രോ ഏകദേശം കവർ ചെയ്യുന്ന രീതിയിലാണ് ഡൽഹി മെട്രോ വികസിപ്പിച്ചിരിക്കുന്നത്. PMR ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് ഇത് ഇതിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മേൽനോട്ടം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഡൽഹി മെട്രോ ആണ്. ഏകദേശം 2015, 2016 കാലഘട്ടത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ മെട്രോ ഓടാൻ തുടങ്ങിയത് കൊച്ചി. അന്നും കൊച്ചി മെട്രോ ആരംഭിക്കുമ്പോഴും അതിന്റെ മേൽനോട്ട ചുമതല അതിന്റെ എല്ലാ കാര്യങ്ങളും പ്രവർത്തികളും ചെയ്തത് DMRC ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആയിരുന്നു അതിന്റെ മേൽനോട്ടം ആരംഭിച്ചത്. ഇന്ന് നമ്മുടെ കേരളത്തിൽ രണ്ടാമതൊരു മെട്രോയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം മെട്രോ. നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരത്തേക്ക് ഒരു മെട്രോ ആവശ്യമാണ്. തലസ്ഥാന നഗരത്തിന്റെ വളർച്ചയ്ക്ക് മെട്രോ വളരെയധികം അത്യാവശ്യമാണെന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ആളുകളുടെ ആവശ്യമായിരുന്നു. അതിപ്പോ ഏകദേശം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അതിനോടൊപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് മെട്രോ ആരംഭിക്കുന്നതോടുകൂടി ഇവിടുത്തെ ഒരു വികസനം, ഇവിടുത്തെ ഒരു പൊതുഗതാഗത സംവിധാനമൊക്കെ വളരെ പെട്ടെന്ന് വളരുകയാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് കുറച്ചും കൂടെ സുഖപ്രദമായ രീതിയിൽ അവർക്ക് യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നു. അതേപോലെ കൂടുതൽ കൂടുതൽ വികസനങ്ങൾ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് മെട്രോയുടെ അനുബന്ധമായിട്ട് ഒരുപാട് വികസനങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരും. അപ്പൊ ഏകദേശം 27ഓളം സ്റ്റേഷനുകളാണ് ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. അപ്പോ പാപ്പനംകോട് നിന്ന് തുടങ്ങി ഏകദേശം ഈഞ്ചറ്റ് വരെയുള്ള തിരുവനന്തപുരം ബൈപ്പാസ് ഈഞ്ചറ്റ് വരെയുള്ള ഭാഗങ്ങളിലാണ് ആദ്യഘട്ടം മെട്രോ ആരംഭിക്കുന്നത്. ചെറുപ്പം KMR കൊച്ചി മെയിൽ മെട്രോ റെയിൽ ലിമിറ്റഡാണ് ഇതിന്റെ മേൽനോട്ട ചുമതല. ഇതിന്റെ ആദ്യത്തെ പ്രാരംഭഘട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് KMRL കീഴിലായിരിക്കും. അപ്പോൾ ഓൾറെഡി ഏകദേശം 8,000 കോടി രൂപയുടെ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ആദ്യഘട്ടമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി കേന്ദ്ര സർക്കാർ ഇതിന് വേണ്ടിയിട്ട് മൂടാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കും. വരും ദിവസങ്ങളിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ഒരു മുഖച്ഛായ തന്നെ മാറും എന്നുള്ള കാര്യം നമുക്ക്